നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. നമ്മൾക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ മാറ്റം നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഈ വ്യക്തിയിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി അവസ്ഥകൾ തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല രീതിയിലുള്ള വിശ്വാസക്കുറവ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വിശ്വാസക്കുറവ് നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ചുകൊണ്ട് അങ്ങേയറ്റം നെഗറ്റീവ് ഊർജത്തിലേക്കാണ് പോയിട്ടുള്ളത്. ക്ഷമിക്കുക, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ശബ്ദമുണ്ടാകാം, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് ഊർജത്തിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേവിമാരുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു മാറ്റത്തിനായി ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച ശക്തിയുടെയും ദൈവങ്ങളുടെയും നല്ല രീതിയിലുള്ള സ്നേഹം ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്നേഹം ഈ വ്യക്തിക്ക് വളരെ നന്നായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചില അടിത്തറയെ സൂചിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കൂടുതൽ വ്യക്തതയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ജീവിത പാഠം പോലെയാണ് ഈ വ്യക്തി കാണുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില താളപ്പിഴകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് ഏറ്റവും നന്നായി അറിയാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർക്കുകയും നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തിട്ടുള്ള പരോപകാരങ്ങളും എല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഓരോന്നോരോന്നായി ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നമുക്കിവിടെ വളരെ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, പ്രപഞ്ച ശക്തിയുടെ വളരെയധികം കടന്നുകയറ്റമായിട്ടുള്ള ചില ഇടപെടലുകൾ തന്നെയാണ്. പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹമായി നമുക്കിതിനെ കാണാം. നല്ല രീതിയിലുള്ള മനസ്സിനെ വളരെയധികം പേടിപ്പിച്ചുകൊണ്ടാണ് പ്രപഞ്ച ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഈ വ്യക്തി മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നും മോചിക്കപ്പെടുന്നുണ്ട്. തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന വ്യക്തികളെ എല്ലാം തന്നെ ഈ വ്യക്തി മാറ്റി നിർത്തുന്നുണ്ട്. മോശപ്പെട്ട റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, മറ്റാരാണെങ്കിൽ പോലും തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് വളരെ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ,
ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും വേണ്ട എന്നും തനിക്ക് താൻ തന്നെ മതിയെന്നും നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി, അതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കാൻ ഇടവന്ന ഒരു സാഹചര്യം എന്തെന്നാൽ നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും വലിയ ആശ്വാസവും സ്വാതന്ത്ര്യവും. എന്നാൽ ഈ വ്യക്തി മറ്റുള്ളവരുമായി കൂട്ടുകൂടുകയും ചെങ്ങാത്തം കൂടുകയും ചെയ്തതിനു ശേഷം ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത നല്ല രീതിയിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും മാനസികവും ശാരീരികവും പരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി തനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെന്നും സ്വാതന്ത്ര്യമാണ് ഏതൊരു വ്യക്തിയുടെയും മുതൽക്കൂട്ടെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ചില വിശ്വാസവഞ്ചനകൾ ഇതിനോടകം ഈ വ്യക്തി അനുഭവിച്ചു തീർത്തിട്ടുണ്ട്. അത് തീർത്തും ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോ ആയിരിക്കണം. അവരിൽ നിന്നും സാമ്പത്തികപരമായി മാനസികപരമായും എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള ചതിവ് തന്നെയാണ് ഈ വ്യക്തി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അത്തരം ചതിവുകൾ യാതൊരു കാരണവശാലും തന്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നുള്ള തിരിച്ചറിവിലേക്കും ചിന്തകളിലേക്കും തീരുമാനത്തിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാനസികവും ശാരീരികവുമായി ഈ വ്യക്തി ഒരുപാട് തകർന്നിരിക്കുന്നു. എങ്കിലും ആ തകർച്ചയിൽ നിന്നും മുന്നോട്ട് വരുവാൻ വേണ്ടി ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൽ പലതും വിജയിച്ചിട്ടുമുണ്ട്. കുറച്ച് കൂടുതൽ നന്നായി പറയുകയാണെങ്കിൽ ദൈവങ്ങളുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദേവിമാരെ ആയിരിക്കാം പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരുപക്ഷെ ദേവി കടാക്ഷമുള്ള വ്യക്തികളായിരിക്കാം. എന്തുകൊണ്ടോ ദേവിയുടെ വളരെയധികം കടാക്ഷവും അതുപോലെ തന്നെ സംരക്ഷണവും ലഭിച്ചിട്ടുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ സ്വന്തം വ്യക്തിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തി എത്രമാത്രം പ്രധാനപ്പെട്ട ആളാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയുടേതായിട്ടുള്ള കഴിവുകൾ, നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഇതൊന്നും തന്നെ ഈ വ്യക്തിക്ക് മാറ്റിവെക്കുവാൻ സാധിക്കുകയില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവ് ഊർജത്തെ മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേടിയെ മറികടക്കുവാനും പേടി കൊണ്ട് തനിക്കൊന്നും നേടിയെടുക്കാൻ ആവില്ല എന്നും, എന്നാൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ഉള്ളിടത്തോളം കാലം തനിക്ക് പരാജയം തന്നെ സംഭവിക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. എന്തിൻ്റെയൊക്കെയോ കാര്യത്തിലോ സാഹചര്യത്തിലോ നിന്നുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി തുടങ്ങുകയാണ് ഈ വ്യക്തി. കാരണം തനിക്ക് സ്വാതന്ത്ര്യമില്ലായ്മ ഏറ്റവും വലിയ ഒരു കുറവായി തന്നെയാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസവഞ്ചന ഈ വ്യക്തിക്ക് ഒരു തരത്തിലും സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റുകയില്ല. ഏറ്റവും കൂടുതൽ സ്നേഹവും വിശ്വാസവും ഉണ്ടായിട്ടുള്ളത് നിങ്ങളിൽ നിന്നു മാത്രമാണ്. എന്നാൽ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയും പേടിയും മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രധാനപ്പെട്ട ഹൃദയശുദ്ധിയായ പ്രണയത്തിന് വേണ്ടി ഈ വ്യക്തി ഇന്നും കാത്തിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയും സാന്നിധ്യം തനിക്ക് വേണ്ട എന്നും ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതിയെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിക്കുന്നത്. എന്തു തന്നെയായാലും ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം കേൾക്കുമ്പോൾ തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരുടെയും ഹൃദയത്തെ നല്ല രീതിയിൽ തന്നെ സന്തോഷിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യും. എന്തു തന്നെ ആയാലും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയും നന്നായി ദൈവം കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ദേവീ കടാക്ഷമുള്ളവർ ഉറപ്പായും നിങ്ങൾ മുടങ്ങാതെ ദേവിയെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക. തീർച്ചയായിട്ടും ശത്രുക്കളെ അകറ്റി നിർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്രയുമാണ് ഇന്നത്തെ വായന. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.